പ്രിയ സ്നേഹിതരെ, എൻ്റെ മക്കൾ രണ്ടുപേരും ദൂരസ്ഥലത്തുള്ള കോളേജുകളിൽ പഠിച്ചിരുന്നത് കൊണ്ട് അവർ വീട്ടിൽ നിന്ന് പോയി വരികയല്ല, അവിടെ ഹോസ്റ്റലിൽ താമസിച്ചാണ് പഠിച്ചിരുന്നത്. മൂത്ത ആൾ ആ കോളേജിലുള്ള പഠിത്തം കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ വീടിനടുത്തുള്ള ഒരു കോളേജിലാണ് ഇപ്പോൾ പഠിക്കുന്നത്. എന്നാൽ ഇളയ മകൾ ഇപ്പോഴും ദൂരെയുള്ള സ്ഥലത്താണ് ആയിരിക്കുന്നത്. ഈ രണ്ട് കുഞ്ഞുങ്ങളെക്കുറിച്ചും ഏതൊരു മാതാവിനും പിതാവിനും ചിന്തയുള്ളതുപോലെ തന്നെ എനിക്കും എൻ്റെ കുഞ്ഞുങ്ങളെക്കുറിച്ച് ചിന്തയുണ്ട്. അപ്പം ഞാനും എൻ്റെ ഭാര്യയും ഒരുപോലെ ഈ കാര്യങ്ങൾ ചിന്തിക്കുകയും അവരുടെ നന്മയ്ക്ക് വേണ്ടിയുള്ളത് അതിനുള്ള ക്രമീകരണങ്ങളൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നു. ഞങ്ങളോട് ആരെങ്കിലും വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എത്ര മക്കളുണ്ട് എന്ന് ചോദിച്ചാൽ ഒരു സംശയവും വേണ്ട, ഒരു നിമിഷം പോലും എനിക്ക് ചിന്തിക്കേണ്ടതില്ല. എനിക്ക് വ്യക്തമായിട്ടറിയാം എനിക്ക് 2 മക്കളുണ്ടെന്നുള്ളത്. ഇനി അതിൽ 2 പേരും ദൂരസ്ഥലത്തായിരുന്ന സമയത്ത് അവരെവിടെയാണ് കുഞ്ഞുങ്ങൾ 2 പേരും എന്ന് ചോദിച്ചാൽ ഞാൻ നോക്കട്ടെ, ചിന്തിക്കട്ടെ എന്നൊന്നും പറയുകയല്ല ചെയ്യുന്നത്. എനിക്ക് വ്യക്തമായിട്ടറിയാം എനിക്ക് 2 മക്കളുണ്ടെന്നും അവർ ദൂരെ ദേശത്ത് കോളേജുകളിൽ പഠിക്കുന്നുവെന്നും അറിയാം. ഇപ്പോൾ എൻ്റെ ഒരു മകള് ദൂരദേശത്തായതുകൊണ്ട് ഒരാൾ ഇവിടെ ഉണ്ടല്ലോ, മറ്റേ ആൾ ഇപ്പോൾ എവിടെയാ എന്ന് ചോദിച്ചാലും എനിക്ക് ഓർത്തെടുത്ത് പറയേണ്ട ആവശ്യം വരുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ ഈ ഒരു രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നത്? കാരണം എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് എപ്പോഴും ഞാൻ ഏത് ജോലി ചെയ്യുമ്പോഴായാലും ഞാൻ ഉറങ്ങുന്ന സമയം ഒഴികെ ബാക്കിയുള്ള എല്ലാ സമയത്തും എത്ര തിരക്കുണ്ടെങ്കിലും എനിക്ക് 2 മക്കളുണ്ടെന്നും അവർ ഇന്നടത്ത് പഠിക്കുന്നുവെന്നും ഇന്നത് പഠിക്കുന്നുവെന്നും ഇനി അവർ ഇന്നതാണ് പഠിക്കേണ്ടതെന്നൊക്കെ എനിക്ക് ഒട്ടും പ്രത്യേക സമയമെടുത്ത് ചിന്തിക്കാതെ തന്നെ പറയാൻ പറ്റും. കാരണം അവർ എൻ്റെ ചിന്തയിൽ എപ്പോഴും ഉള്ളത് കൊണ്ടാണ്. ഇനി അവരെ ദൂരദേശത്തായിരുന്ന സമയത്ത് അവർ പഠിക്കുന്നുണ്ടോ, കഴിക്കുന്നുണ്ടോ, എന്തെങ്കിലും കാര്യങ്ങൾ ഞങ്ങളോട് പറയേണ്ടതുണ്ടോ എന്നൊക്കെ അറിയാൻ എന്ത് ചെയ്യുന്നു? അവരെക്കുറിച്ച് ചിന്തിക്കുന്നു, ഫോൺ എടുത്ത് അവരെ വിളിക്കുന്നു, അവർ കിട്ടുമ്പോൾ അവർ സംസാരിക്കുന്നു, വിവരങ്ങൾ ചോദിച്ചറിയുന്നു. അപ്പോൾ ചിന്തിക്കുവാൻ എൻ്റെ മനസ്സിൽ അവരെക്കുറിച്ച് ചിന്തിക്കുവാൻ ഒന്നും ചെയ്യണ്ട, അത് തനിയേ വന്നുകൊള്ളും. എന്നാൽ അവരോട് സംസാരിക്കണമെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങളോട് സംസാരിക്കണമെങ്കിൽ ഫോണിൽ ബന്ധപ്പെട്ടെങ്കിൽ മാത്രമേ പറ്റുകയുള്ളൂ. ഇനി മറ്റൊരു സാഹചര്യം കൂടെ പറയാം. ഞാൻ കുറേ നാളുകൾ ജോലി ഇല്ലാതിരുന്നു എന്ന് കരുതുക. ഞാൻ അപേക്ഷ അയച്ചു, എനിക്കൊരു ജോലിക്ക് ഇൻ്റർവ്യൂവിന് കാർഡ് കിട്ടി, ഞാൻ ഇൻ്റർവ്യൂവിന് പോകാൻ ഇരിക്കുകയാണ്. അടുത്ത ആഴ്ചയാണ് ഞാൻ ഇൻ്റർവ്യൂവിന് പോകേണ്ട ഡേറ്റ് എനിക്ക് കിട്ടിയിരിക്കുന്നതെങ്കിൽ ഈ ആഴ്ച മുതലേ ഞാൻ ആ ഇൻ്റർവ്യൂവിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും, അല്ലേ? ഞാൻ അവിടെ എന്ത് ചോദിക്കും, അവിടെ എന്താണ് ഞാൻ മറുപടി പറയേണ്ടത്, ഞാൻ എപ്പോഴാണ് അവിടേക്ക് പോകേണ്ടത്, എത്ര മണിക്ക് അവിടെ ചെല്ലണം, ഏത് വണ്ടിയിൽ പോകണം, ആരോടെന്തെങ്കിലും വിവരങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ടോ, ഇങ്ങനെ എൻ്റെ മനസ്സിൽ കൂടെ നിരന്തരമായി എത്ര തിരക്കുണ്ടെങ്കിലും ഞാൻ മറ്റേത് കാര്യത്തിൽ ഏർപ്പെടുന്നതായാലും എനിക്ക് വളരെ ആഗ്രഹിച്ച് പ്രതീക്ഷിച്ചിരുന്ന ഈ ഇൻ്റർവ്യൂവിന് കാർഡ് കിട്ടിയപ്പോൾ മുതൽ എൻ്റെ മനസ്സിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുക. അപ്പോൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കുവാൻ, ആ മനസ്സിൽ ഉള്ള കാര്യങ്ങൾ പിന്നെയും കൂടുതലായി ചിന്തിക്കുവാൻ എനിക്ക് പ്രത്യേക അധ്വാനമൊന്നും വേണ്ട. എനിക്കതിനെക്കുറിച്ചൊരു താല്പര്യമുണ്ടായാൽ മതി. ഞാൻ 2 ഉദാഹരണം പറഞ്ഞു. ഇനിയും ഒരു ചെടി വളരുന്നതിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, ഒരു വിത്ത് ഇട്ട് അത് കിളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വിത്തിനോട് ഇനി നീ ഇത്രയും വളരണം, നാളെ ഇത്രയും വളരണം എന്ന് പറയേണ്ടതില്ല. അതിന് അനുകൂലമായ സാഹചര്യമുണ്ടെങ്കിൽ, വളരുവാനുള്ള സാഹചര്യമുണ്ടെങ്കിൽ അത് വളർന്നുകൊണ്ടേയിരിക്കും. എന്നുവരെ അതിൻ്റെ വളർച്ചയ്ക്ക് സാധ്യതയുണ്ടോ അന്നുവരെയും നിരന്തരമായി വളർന്നുകൊണ്ടേയിരിക്കും. അത് കാറ്റായാലും മഴയായാലും വെയിലായാലും അത് വളരാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതിന് കഴിയാത്തൊരു സാഹചര്യം വന്നാൽ മാത്രമേ അത് വളർച്ച മുരടിക്കുകയോ വളരാൻ കഴിയാതെ അത് പട്ടുപോവുകയോ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഈ 3 ഉദാഹരണങ്ങളിൽ നിന്ന് ഞാൻ പറയാൻ ആഗ്രഹിച്ച ഒരു കാര്യം, നമ്മുടെ ദൈവവുമായി ബന്ധപ്പെടുന്നതിന് ഇതേപോലെ
എൻ്റെ മനസ്സിൽ, എൻ്റെ ചിന്തയിൽ എപ്പോഴും എത്ര തിരക്കുണ്ടെങ്കിലും എൻ്റെ ദൈവത്തോട് എനിക്കൊരു സ്നേഹവും ദൈവത്തോട് എനിക്കൊരു ബന്ധവും ഉണ്ടെങ്കിൽ, അനുകൂലമായ സാഹചര്യങ്ങളാണ് എനിക്കുള്ളതെങ്കിൽ, ഞാൻ എൻ്റെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ചിന്തിക്കുവാൻ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ കൽപ്പനകളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതനുസരിക്കുവാനൊക്കെ പ്രത്യേകിച്ച് സമയമൊന്നും അതിനുവേണ്ടി മാറ്റി വെക്കേണ്ടതില്ല. എന്നാൽ ഞാൻ എൻ്റെ മക്കളെ വിളിക്കാൻ സമയമെടുത്ത് ഫോൺ എടുത്ത് കറക്കി വിളിക്കുന്നത് പോലെ അന്നേരം ഒരു പക്ഷെ ഞാൻ മറ്റൊന്നും ചെയ്യുകയില്ലായിരിക്കും, അവരോട് സംസാരിക്കുക മാത്രമായിരിക്കും. അപ്പോൾ ദൈവവുമായി ഒരു ബന്ധം എനിക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ എനിക്ക് ദൈവത്തോട് ബന്ധപ്പെടാനൊരു താല്പര്യമുണ്ടാകുകയുള്ളൂ. ചിലർക്ക് രാവിലെ എഴുന്നേറ്റ് ദൈവമേ എന്നൊന്ന് വിളിച്ചു, വൈകിട്ട് കിടക്കാൻ പോകുന്നതിന് മുമ്പേ ദൈവമേ എന്നൊന്ന് പറഞ്ഞു. നന്ദി പറയുകയോ ആവശ്യങ്ങൾ പറയുകയോ ഒക്കെ ചെയ്യണം, ആവശ്യമാണ്, ഇതൊക്കെ വേണ്ട കാര്യമാണ്. അല്പസമയം മാറ്റിവെച്ച് ദൈവത്തിന് വേണ്ടി ദൈവസന്നിധിയിൽ ഇരിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ, വചനം വായിക്കുവാൻ ഒക്കെ സമയം കണ്ടെത്തുന്ന വളരെ നല്ല കാര്യമാണ്. അത് ചെയ്യണം, ചെയ്യരുതെന്നല്ല പറയുന്നത്. പക്ഷേ 24 മണിക്കൂറിൽ 6-7 മണിക്കൂർ ഉറങ്ങുന്നത് കൂടാതെ നമുക്ക് എന്തൊക്കെ ദൈവത്തെക്കുറിച്ച് ചിന്തിപ്പാൻ കഴിയും എന്നുള്ളത് കൂടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ.